ആർഎംപി നേതാവ് ഹരിഹരന്റെ വീടിന് നേരെ ആക്രമണം. മണിയോടെയാണ് സംഭവം. ഒരു സംഘം ആളുകൾ വീടിന് ചുറ്റും റോന്തു ചുറ്റുന്നതായി ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശം വിവാദമായതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണം. വിവരങ്ങളുമായി ചേരുകയാണ് ആനന്ദ് പുതൂർ. ആനന്ദ്, ഇതിന് പിന്നിൽ ആരാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടോ? പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ലക്ഷ്മി, മലപ്പുറം SP അടക്കം ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ RMPയുടെ നേതൃത്വത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് എന്തായാലും ഈ ഹരിഹരന്റെ വീട്ടിലെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഏകദേശം 8:15 ആക്രമണം ഉണ്ടാവുന്നത്. RMP നേതാവായ KS ഹരിഹരന്റെ വീടിന് നേരെയാണ് ഇത്തരത്തിൽ ഒരു സംഘം ബോംബേറ് നടത്തിയത്. സ്കൂട്ടറിലെത്തിയ സംഘം വീടിന് നേരെ സ്ഫോടക വസ്തു എറിയുകയായിരുന്നു. ഈ മതിലിൽ തട്ടി പൊട്ടിയതുകൊണ്ട് വലിയ അപകടം ഒഴിവായി എന്നാണ് RMPയുടെ പ്രവർത്തകരടക്കം നമ്മൾ പറയുന്നത്. ഇന്നലെ വടകരയിൽ നടന്ന പരിപാടിയിൽ ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശം വലിയ വിവാദം എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും ഈ സ്ഫോടക വസ്തു എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതേസമയം ഈ ഒരു സംഘം വൈകുന്നേരം മുതൽ 2 ബൈക്കുകളായി പ്രദേശത്ത് ഉണ്ടായിരുന്നതായി ഹരിഹരൻ ആരോപിച്ചിട്ടുണ്ട്. മാത്രമല്ല, പകലിൽ കാറിലെത്തിയ ഒരു സംഘം ഇത്തരത്തിൽ ഈ വീടിന് സമീപത്ത് കണ്ടതായും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. എന്തായാലും ഈ ചെയ്തത് ആരാണെന്നുള്ള ഇപ്പോഴും കൃത്യമായി പുറത്തു വന്നിട്ടില്ല. പോലീസ് എന്തായാലും സംഭവത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി, ആർഎംപി നേതാവ് KS ഹരിഹരന്റെ വീടിന് നേരെ ആക്രമണം. ഇന്ന് രാത്രി 8 മണിയോടെയാണ് സംഭവം. ഒരു സംഘം ആളുകൾ വീടിന് ചുറ്റും റോന്ത് ചുറ്റുന്ന പറഞ്ഞു. ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശം വിവാദമായതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി ചേരുകയായിരുന്നു ആനന്ദ് പുതൂർ.